എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മളുടെ മക്കളെ നമുക്ക് ദീനുള്ളവരായിട്ട് കിട്ടുന്നത്. 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിന് മകനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കടുത്തൊരു വിധിയാണത്. ഈ സൂറത്തിൻ്റെ വലിയൊരു പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂലിനെ നരപ്പിച്ചു കളഞ്ഞ സൂറത്ത്. വളരെ വേഗം പറഞ്ഞോട്ടെ, ഈ കഥ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും ഉള്ള അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പറഞ്ഞ സംഭവമാണിത്. ഇതിൽ ട്വിസ്റ്റുകളുണ്ട്, ത്രില്ലർ, സസ്പെൻസ്, അതുപോലെ തന്നെ വേണമെങ്കിൽ വൺ സൈഡ് ലവ്, റൊമാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വൺ സൈഡാന്നേ ഉള്ളൂ. അതിൽ പെടാതെ കാത്തു സൂക്ഷിച്ച തഖ്വയുടെ സംഭവം, പിന്നെ ഒരു അവസാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പര്യവസാനം ഉണ്ടാകുന്നു എന്ന എല്ലാ ഘടകങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചുരുക്കി ഗുണപാഠം മാത്രം പറഞ്ഞു പോവാണ്. 12ാമത്തെ ജുസ് സൂറത്ത് ഹൂദും സൂറത്ത് യൂസുഫിലെ 7 പേജുകളുണ്ട്. ഇതിൽ നമുക്ക് ആ യൂസുഫും കൂടെ ചേർത്ത് ഇൻഷാ അല്ലാഹ് എന്ന് വിവരിക്കാം. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ധാരാളം നബിമാരുടെ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ആദ്യമായി ഈമാനിക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ഈമാനിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഐഹിക വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക്, അത് മാത്രം കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. അവർക്ക് പരലോകത്ത് വലിയ വിപത്തുകൾ ഉണ്ടാകും. എന്നാൽ ഒരു മനുഷ്യൻ എപ്പോഴും ആഖിറത്ത് ഉദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്ന കാര്യം പറയാണ്. ഒരു നന്മ കിട്ടിയാൽ അത് പെട്ടെന്ന് എടുത്ത് കളയുകയാണെങ്കിൽ മനുഷ്യൻ നിരാശനായി പോകും. ഇനി എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടിയാലോ മതിമറന്നു പോകും. പകരം എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പം അതിൽ അള്ളാഹുവിനെ നന്ദി ചെയ്യുകയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പം ക്ഷമിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ശരിയായ വിജയികൾ. അഥവാ എന്ത് അവസ്ഥ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക, അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക. സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക. അതല്ലാതെ നേരെ തിരിച്ച് സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മതിമറന്ന് കളഞ്ഞു, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പം പരാതികൾ പറഞ്ഞു, അങ്ങനെ ആവരുത്. ശേഷം നബിമാരുടെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ സൂറത്തിൻ്റെ വലിയൊരു പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂലിനെ നരപ്പിച്ചു കളഞ്ഞ സൂറത്ത് എന്നുള്ളതാണ്. ആളുകൾക്ക് പല രീതിയിൽ നര ബാധിക്കാറുണ്ട്. ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് നര വന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയും ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് നരച്ച് പോകുന്നവരുണ്ട്, അകാല നര ബാധിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില രോമങ്ങൾ നരച്ച് തുടങ്ങിയപ്പം സഹാബികൾ പറഞ്ഞു, ഷിബ്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നരച്ചല്ലോ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഷയ്യബത്നി ഹൂദുൻ വ അഖവാതുഹ, ഹൂദും അതുപോലുള്ള സൂറത്തുകളും എന്നെ നരപ്പിച്ച് കളഞ്ഞു എന്നാണ്. സൂറത്തുൽ വാഖിയ, മുർസലാത്ത് പോലുള്ള സൂറത്തുകൾ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നരപ്പിച്ച് കളഞ്ഞു എന്ന് പറയുമ്പം എന്താണ് അതിൽ ഏറ്റവും വലിയൊരു ഘടകം? ഈ നബിമാരുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം, ചെറിയ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ മകൻ അദ്ദേഹം അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടും കൈവിട്ടു പോയ സംഭവം, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹു പിടികൂടിയത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്നിധിയിലേക്ക് വന്ന മലക്കുകൾ, ഒരു ഭാഗത്ത് സന്തോഷ വാർത്തയും അതേ പോക്കിൽ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ശിക്ഷയൊക്കെ കൊടുത്തത് പറഞ്ഞ് ശേഷം മൂസാ നബിയുടെയും ഫിർഔൻ്റെയും സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനൊരു കൽപ്പന, ഫസ്തഖിം കമാ ഉമിർത, അതിനാൽ നബിയെ താങ്കൾ ഉറച്ചു നിൽക്കണം താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഇസ്തിഖാമത്തോടു കൂടെ നിൽക്കണം എന്ന് പറയുമ്പം ഇസ്തിഖാമത്ത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം വേണമെങ്കിൽ 10 ദിവസം ഓതാൻ പറഞ്ഞാൽ നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ ഡെയിലി ഇന്ന നിസ്കാരത്തിന് ശേഷം 10 പേജ് ഓതണം എന്ന് തീരുമാനിച്ചാൽ അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും. കൺസിസ്റ്റൻസി പലർക്കും വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്രൊക്കാസിനേഷൻ, കുറേ ഈ നമ്മൾ ശ്രദ്ധ തിരിച്ചു കളയുന്ന സംഗതികൾ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് മടിയോടെ മാറ്റിവെക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വളരെ പ്രയാസമാണ്. ആ ഇസ്തിഖാമത്ത് ഇല്ലാത്ത പ്രവർത്തനങ്ങളുടെ റിസൾട്ടും വലിയ അപകടത്തിലായിരിക്കും. അപ്പം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പം ഈ നിലപാടിൽ, ദഅവത്തിൽ, ആ വഴിയിലുള്ള ത്യാഗത്തിൽ, അതിൻ്റെ അന്തിമ ഫലം വരുന്നത് വരെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞപ്പം ആ ഒരു ആയത്താണ് ഇതിൽ ഷയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ, ഹൂദും അതുപോലുള്ള സൂറത്തുകളൊക്കെ എന്നെ നിരപ്പിച്ച് കളയുന്നു എന്ന് പറഞ്ഞപ്പം ഈ ഒരു ഭാഗമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവത്തിലെ കാതലായ ഒരു ഭാഗം, അള്ളാഹു തആല അദ്ദേഹത്തോട് ദീർഘമായ ദഅവത്തിന് ശേഷം, എത്രയോ കാലം 950 വർഷത്തെ ദഅവത്തിന് ശേഷം ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് കണ്ടപ്പം അദ്ദേഹത്തോട് ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു, തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കപ്പൽ കരയിൽ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, വൈകാതെ കാണാം സംഗതി എന്താണെന്നുള്ളത്. അങ്ങനെ വെള്ളപ്പൊക്കം വന്നു. വനാദ നൂഹ് ഇബ്നഹു, നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു. വകാന ഫി മാസിൽ, മകൻ ദൂരസ്ഥലത്താണ് ഉള്ളത്. മോൻ ഇതിൽ കയറി, യാ ബുനയ്യ യർകം മഅന, ഇതിൽ കയറി മോനെ, രക്ഷപ്പെടും എങ്ങനെയെങ്കിലും. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിരുന്നു, നിൻ്റെ ആളുകളെ അള്ളാഹു തആല രക്ഷപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം മകൻ ആ രീതിയിൽ വിളിക്കുകയാണ്. മകൻ പറഞ്ഞു, ഏതെങ്കിലും ഉയരമുള്ള സ്ഥലത്ത് പോയിട്ട് മലമുകളിലേക്ക് കയറി ഞാൻ രക്ഷപ്പെട്ടോളും. അദ്ദേഹം പറഞ്ഞു, ഇത് സാധാരണ അങ്ങനെ ഒരിഞ്ച് വെച്ച് കയറി വരുന്ന വെള്ളപ്പൊക്കം അല്ല, ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ഇന്നത്തെ ദിവസം അള്ളാഹു അല്ലാതെ രക്ഷിക്കാൻ ഒരാളില്ല തന്നെ. അതായത് സാധാരണ
വെള്ളം കയറി വരുന്നതാണെന്ന് കരുതി ഇതൊരു ശിക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് അർത്ഥം. ആ അർത്ഥത്തിലുള്ള ഉപദേശം കൊടുത്തേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഭാഗമായി പറഞ്ഞതല്ല. മകനെ, ഇന്നത്തെ ദിവസം അള്ളാഹു അല്ലാതെ നിന്നെ ആരും രക്ഷിക്കുകയില്ല. വെള്ളപ്പൊക്കാണെന്ന് കരുതി 10ാമത്തെ ഫ്ലോറിൽ കയറി അല്ലെങ്കിൽ മലമുകളിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നർത്ഥം. അപ്പം എന്താണെങ്കിലും അദ്ദേഹം ക്ഷണിച്ചു, മകൻ വിസമ്മതിച്ചു. അദ്ദേഹം മകന് വീണ്ടും പറഞ്ഞു കൊടുത്തു. വഹാല ബൈനഹുമൽ മൗജ്, ഉപ്പയുടെയും മകൻ്റെയും ഇടയിൽ ഒരു തിരമാല വന്ന് മറയാവുകയും മകൻ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മളുടെ മക്കളെ നമുക്ക് ദീനുള്ളവരായിട്ട് കിട്ടുന്നത്. 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിന് മകനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കടുത്തൊരു വിധിയാണത്. അള്ളാഹു താല ആ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു. അള്ളാഹു, എൻ്റെ മകൻ എൻ്റെ ആളുകളിൽ പെട്ടതല്ലേ, അതുകൊണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു താല പറഞ്ഞു, നൂഹ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല, അത് സാലിഹ് അല്ലാത്തൊരു അമലാണ് എന്ന് പറഞ്ഞാൽ നല്ല മക്കൾ നമ്മുടെ സാലിഹായ അമലാണ് എന്നർത്ഥം. നല്ല മക്കൾ നമ്മുടെ സാലിഹായ അമലാണെന്നർത്ഥം. നൂഹ് നബി അലൈഹി സ്വലാം മകൻ ആഗ്രഹിച്ചപ്പം ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് അള്ളാഹു താല അറിയിക്കുകയാണ്. ശേഷം ഹൂദ് നബിയുടെ സംഭവമാണ്. ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാം, അദ്ദേഹം അവരെ ദഅവ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ, ഇസ്തിഗ്ഫാർ ചെയ്താൽ, തൗബ ചെയ്താൽ അള്ളാഹു താല നിങ്ങൾക്ക് വിഭവങ്ങൾ വർദ്ധിപ്പിച്ച് നൽകും. നിങ്ങളുടെ ശക്തി, കഴിവുകൾ അള്ളാഹു താല അതിൽ ബറക്കത്ത് ചെയ്യും. അവർ പറഞ്ഞു, ഹൂദെ, കാര്യമായ തെളിവൊന്നും നീ കൊണ്ടുവന്നില്ലല്ലോ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു കണക്കാക്കിയ സമയം വന്നപ്പം ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും വലിയൊരു ശിക്ഷയിലൂടെ അള്ളാഹു താല ആദ് സമൂഹത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ശേഷം സമൂദിൻ്റെ സംഭവം, സാലിഹ് നബി അലൈഹി സ്വലാം, ഇത് ഞാൻ പറഞ്ഞു സൂറത്തുൽ അറാഫ്, ഹൂദ്, ശുഅറ, ഈ സൂറത്തുകളിലെല്ലാം നബിമാരുടെ സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നൂഹ്, ഹൂദ്, സാലിഹ്, ഷുഐബ്, ലൂത്ത് നബിമാർ അലൈഹിമ സ്വലാത്തു വസ്സലാം, ഇവരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടൊരു ഒട്ടകത്തെ കൊടുത്തപ്പം, അതിനെ വലിയൊരു നിയമത്തായി ലഭിച്ചപ്പം ധിക്കാരം കാണിച്ചെന്ന് മാത്രമല്ല, അതിനെ അറുത്ത് കളഞ്ഞു ആ കൂട്ടത്തിൽപ്പെട്ട ധിക്കാരികൾ. അള്ളാഹുത്താല അവരെ പിടികൂടി. പിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം. അതിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിലേക്ക് മലക്കുകൾ വന്നു. അദ്ദേഹം അവർക്ക് ഭക്ഷണം തയ്യാറാക്കി. അവർ കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിചിത്രമായിട്ട് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്. അപ്പോൾ ഭാര്യയുണ്ട്, വമ്രഅതുഹു ഖായിമത്തുൻ, ഭാര്യ അവിടെ ചാരത്ത് നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വലിയ സന്തോഷ വാർത്ത അറിയിക്കണം, നിങ്ങൾക്ക് സന്താനമുണ്ടാകും, ഇസ്ഹാഖ് ഉണ്ടാകും. ശേഷം യാക്കൂബ് നബി, ഇസ്ഹാഖ് നബിയുടെ മകനായിട്ട് യാക്കൂബ് നബി ഉണ്ടാകും. അപ്പം ഇസ്ഹാഖ്, യാക്കൂബ് എന്നൊക്കെ അവർ സന്തോഷ വാർത്ത അറിയിച്ചപ്പം ഭാര്യ പറഞ്ഞു, ഞാൻ ഇത്ര പ്രായമായിട്ട് എൻ്റെ ഭർത്താവ് വയോധികനാണ്, എങ്ങനെ ഉണ്ടാകും? ഇത് അത്ഭുതമാണല്ലോ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങളില്ല, അള്ളാഹു താല തരാൻ തീരുമാനിച്ചാൽ തരുന്നവനാണെന്ന് പറഞ്ഞു. ശേഷം അവർ ആ കൂട്ടത്തിൽ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. സ്വവർഗരതിക്കാരായ ആ സമൂഹത്തിന് ശിക്ഷ നൽകാൻ എന്ന് പറഞ്ഞപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറച്ചൊന്ന് സംസാരിച്ച് നോക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, അക്രമികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളതെങ്ങനെ വേഗം കാണാൻ ആഗ്രഹിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, കുറച്ചും കൂടെ അവസരം കൊടുത്ത് അവർ നന്നായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. അപ്പം അള്ളാഹു തആല അറിയിക്കുകയാണ്, ഒന്നുകിൽ നേരിട്ട് അറിയിച്ചു അല്ലെങ്കിൽ മലക്കുകൾ വഴി, ഇബ്രാഹിം ഇത് നിൻ്റെ കാര്യം, ഇത് തീരുമാനമായി പോയതാണ്, ആ ശിക്ഷ അവർക്ക് വരാനുള്ളത് തന്നെയാണ്. അള്ളാഹു തആല ഇബ്രാഹിം നബിയെക്കുറിച്ച് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ല ഹലീമുൻ അവ്വാഹും മുനീബ്, വലിയ പക്വമതിയായ, അള്ളാഹുവിനെ കൂടുതലായി ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വ്യക്തി. ഇത് പല സ്ഥലങ്ങളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത സാക്ഷ്യ പത്രമാണ്, സർട്ടിഫിക്കറ്റാണ്. അവ്വാഹ്, മുനീബ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലായി ദുആ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ഒരു കുറ്റത്തിൽ അകപ്പെട്ട വ്യക്തി വധശിക്ഷ വിധിക്കപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അവസാനത്തെ കരച്ചിൽ കരയുന്നത് പോലെയുള്ള ദുആ ചെയ്യുന്നതിനാണ് അവ്വാഹ്, മുനീബ് എന്നൊക്കെ പറയാം. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും മറ്റു പല നബിമാർക്കും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിലുള്ള ഇബാദത്ത് പരിശീലിക്കണം എന്നർത്ഥം. അങ്ങനെ മലക്കുകൾ ഒരു ഭാഗത്തേക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, അടുത്ത ജനതയ്ക്ക് കഠിനമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബന്ധുവായിരുന്ന ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ അവരുടെ ഇതിലേക്ക് പോവാണ്. വീട്ടിലെത്തി കുറച്ച് നല്ല ആകർഷകമായ ഫിസിക്കുള്ള നല്ല ആളുകൾ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞപ്പം ഈ മോശക്കാരായ സൗവർഗരതിക്കാരായ ആളുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, ലൂത്തെ, പുതിയ ആരൊക്കെയോ വന്നെന്ന് അറിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്ത് ജനതയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൺകുട്ടികളുണ്ടല്ലോ വിവാഹം ചെയ്യാൻ, എന്നെ ഈ അതിഥികളുടെ മുമ്പിൽ എന്നെ അപമാനിക്കരുത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു വാക്കുണ്ട്, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കഥയും ബുദ്ധികളും ഒരുത്തനും ഇല്ല, ഒരാളും ഇല്ലേ?
ഒരു മര്യാദയുള്ള ഒരു നന്മയുള്ള ഒരാൾ പോലും ഇല്ലേ? അപ്പോൾ ഒരു ജനത മുഴുവൻ വഴിതെറ്റി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അപക്വമായ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലൈ സമീൻകും റജുലുർ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കഥയും ബുദ്ധിയുള്ള ഒരാളും ഇല്ല ഈ നാട്ടിൽ. അപ്പം അവർ പറഞ്ഞു, പെൺകുട്ടികളെ ഞങ്ങൾക്ക് എന്തിനാണ്, ലൂഹത്തിന് നിനക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഇവർക്കുള്ള ശിക്ഷ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ പുലർച്ചെയാണ്, പുലർച്ചെ വളരെ അടുത്ത് തന്നെയല്ലേ, നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ അധികം സമയമില്ലല്ലോ. ഇന്ന മൗഇദഹുമുസ് സുബ്ഹു അലൈസ സുബ്ഹു ബിഖരീബ്, താങ്കളുടെ ഭാര്യ ഒഴിച്ച്, താങ്കളുടെ ഭാര്യ താങ്കളുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടതല്ല, ബാക്കി വിശ്വാസികളെ കൂട്ടിക്കോളൂ, ഈ സ്ഥലം ഒഴിവാക്കിക്കോളൂ, അള്ളാഹു തആല നാടിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, രാത്രിക്ക് രാത്രി നാട് വിട്ടു പോകാൻ പറഞ്ഞു. അള്ളാഹു തആല നാടിന് കൊടുത്ത ശിക്ഷ, ഭാര്യക്കടക്കം കൊടുത്തത് ജഅൽനാ അലിയഹ സാഫിലഹ, കീഴ്മേൽ മറിക്കുകയും ചൂട് കല്ലുകൾ, മുസവ്വമതൻ ഇൻദ റബ്ബിക്, അടയാളം വെച്ച കല്ലുകൾ, ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട കല്ലുകൾ അയച്ച് അള്ളാഹു തആല അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, അക്രമികൾക്ക് ഈ ശിക്ഷ വിദൂരമല്ല എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലൈംഗിക വൈകൃതങ്ങൾ അല്ലെങ്കിൽ സദാചാരപരമായ തെറ്റുകൾ ചെയ്യാൻ ഉദ്ദേശമുള്ളവർ അല്ലെങ്കിൽ മനസ്സിൽ അത്തരം മോശമായ കാര്യങ്ങളുള്ളവർ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവർ അവർ വളരെ കരുതിയിരിക്കണം. അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയാണ് സദാചാരപരമായ തെറ്റുകൾ ചെയ്യുന്നവർക്കുള്ളത്. ശേഷം ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവമൊക്കെ അള്ളാഹു തആല വിശദീകരിച്ചുകൊണ്ടാണ് ഫസ്തഖിം കമാ ഉമിർത, നബിയെ താങ്കൾ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത്. ഇസ്തിഖാമത്ത് വലിയ കാര്യമാണ്. നബി തങ്ങളുടെ മുമ്പിലുള്ളത് വലിയ ദൗത്യം, അതിൽ ഉറച്ചു നിൽക്കുക, നിലപാടുകൾ, തീരുമാനങ്ങൾ. നമ്മളും നമ്മളുടെ മേഖലയിൽ ഇസ്തിഖാമത്തോടു കൂടെ നിൽക്കണം ചെയ്യുന്ന അമലുകളിൽ. അതിലൊരു സംഭവം പറയാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് മനസ്സില്ലാ മനസ്സോടെ പറയണോ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട്, ഒരുപാട് തവണ ആലോചിച്ചിട്ടാണ് പോയി പറഞ്ഞത്, ഭൃത്യന്മാരെ വേണം, ജോലിക്കാരെ വേണം. അപ്പോൾ തങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല. ബദറിലെ യതീമുകൾക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ തരും? ഉയർന്ന ജീവിതത്തിൻ്റെ അടയാളമാണ് ഇതൊക്കെ. ബദറിലുള്ള യതീമുകൾക്ക് കൊടുക്കാതെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും? സ്വന്തം മകളോട് പറയാണ്. ശേഷം ഉറങ്ങുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ശരിക്കും അലി അള്ളാഹു പിണങ്ങണ്ടേ? സാധാരണ പുതിയാപ്പിളമാരൊക്കെ പെട്ടെന്ന് പിണങ്ങുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ? ജോലിക്കാരെ ചോദിച്ചപ്പം തന്നില്ലല്ലോ. പകരം കൊടുത്തത് രാത്രി പോയിട്ട് ദിക്റുകൾ പറഞ്ഞു കൊടുത്തു. 33 തസ്ബീഹ് ഉറങ്ങാൻ നേരത്ത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 34. അപ്പോൾ പിണങ്ങേണ്ടതാണ്, തസ്ബീഹാണോ തരുന്നതെന്നൊക്കെ ചോദിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നബിതങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഫാത്തിമ റളിയല്ലാഹുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ടതാണ്. അങ്ങനെയല്ല, മറിച്ച് ആ തസ്ബീഹ് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഞാൻ എൻ്റെ ജീവിതകാലത്ത് അത് മുടക്കിയിട്ടില്ല. അപ്പോൾ സദസ്സിലുള്ളവർ ചോദിച്ചു, ആഭ്യന്തര കലഹമുണ്ടായ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ്? ഞാൻ അന്നും ആ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് കിടന്നതെന്ന് പറഞ്ഞു. അത്ര വലിയ ഇസ്തിഖാമത്ത്. ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ജീവിതകാലത്ത് മുഴുവൻ ചെയ്തെന്ന് മാത്രമല്ല, കഠിനമായ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ വന്ന ദിവസത്തിൽ പോലും ആ തസ്ബീഹ് ചൊല്ലിയിട്ടാണ് അദ്ദേഹം ഉറങ്ങിയത്. ഇതാണ് ഇസ്തിഖാമത്തിൻ്റെ മാത്രം ധാരാളം സംഭവങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു നാടൻ സംഭവം കൂടെ പറയാം. ഇപ്പോൾ എൻ്റെ ഉപ്പ മഗ്‌രിബിന് ശേഷം ചില സൂറത്തുകളൊക്കെ ഓതാറുണ്ട്. മോൻ്റെ കല്യാണമാണ്, നിക്കാഹ്, പിന്നെ കൂടിയ ആളുകളുണ്ട്, പിന്നെ കുറച്ച് പേർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഹാളിൽ. അപ്പോൾ അവസാനമായിട്ട് ആരെങ്കിലും പള്ളിയിലുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പം എനിക്ക് ഉറപ്പാണ് എന്തായാലും ഉപ്പ പള്ളിയിലുണ്ടാവും. അപ്പം മഗ്‌രിബിന് ശേഷം ഓതാനുള്ളത് ഓതിയിട്ട്, ഇനി മോൻ്റെ കല്യാണമായിട്ട് വേറെ എന്തോ ആവട്ടെ, അത് ഓതിയിട്ട് ഇറങ്ങുള്ളൂ എന്നറിയാം. അതുപോലെ സംഭവിച്ചു. ഉപ്പ ഒറ്റയ്ക്ക് പള്ളിയിലുണ്ട്, ഓതാനുള്ള സൂറത്ത് ഓതാണ്. പിറ്റേന്ന് അടുത്ത ദിവസത്തിൽ പെണ്ണിൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ അവരൊക്കെ തിരക്കാക്കാണ്, മഗ്‌രിബിൻ്റെ സമയം നേരത്തെ എത്തണം. അപ്പം അറിയുന്ന ആൾക്കാർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, പോക്കുവാജിക്ക പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല, ഓതിയിട്ടേ വരുള്ളൂ. അപ്പോൾ കറക്റ്റാണ്, അവിടെ നിന്ന് ഓതിയിട്ടുണ്ട്. അത് ഓതി കഴിഞ്ഞിട്ട്, അതായത് നിർബന്ധമായിട്ട് എത്തേണ്ട സ്ഥലം ഇല്ലെങ്കിൽ ആ അമല് മുടക്കാതെ സൂക്ഷിച്ചു. അത് മകൻ്റെ കല്യാണമാണെങ്കിൽ പോലും എന്നുള്ളത് ഒരു നാടൻ സംഭവം അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് സൂറത്ത് യൂസുഫാണ്. വളരെ ചുരുങ്ങിയ ഭാഷയിൽ അതിലെ ഗുണപാഠങ്ങൾ മാത്രം പറയാം.